നടി ജാനകി വിടവാങ്ങി. മമ്മൂട്ടിയുടെ അമ്മയായി അഭിനയിച്ച് മലയാളികളുടെ മനം കവർന്ന താരത്തിന്റെ മരണം അസുഖത്തെ തുടർന്ന്. ഉറുമീസിന്റെ അമ്മയായി മലയാളികളുടെ മനം കവർന്ന ദക്ഷിണേന്ത്യൻ സിനിമയിലെ മുതിർന്ന നടി സൗകാർ ജാനകി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. നടികർ സംഘം പ്രസിഡന്റും നടനുമായ നാസറാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സൗകാർ ജാനകി വിടവാങ്ങിയത്. അവരെ സ്നേഹിക്കുന്നവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി നടിയുടെ ഭൗതിക ശരീരം വൈകുന്നേരം 5 മണി മുതൽ തേനാമ്പേട്ടിലെ സെന്റ് ഓഫ് റോഡിൽ പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതമായിരുന്നു സൗകാർ ജാനകിയുടേത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിൽ അഭിനയിച്ച അവർ വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെയാണ് അറിയപ്പെട്ടിരുന്നത്. 1955 പുറത്തിറങ്ങിയ സൗകാർ എന്ന തെലുങ്ക് ചിത്രത്തിലെ ശ്രദ്ധേയമായ വേഷത്തിന് ശേഷമാണ് അവർക്ക് സൗകാർ ജാനകി എന്ന പേര് ലഭിച്ചത്. ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവരത്ത് കന്നഡ സംസാരിക്കുന്ന കുടുംബത്തിലായിരുന്നു ജനനം. ശങ്കരമഞ്ചി ജാനകി എന്നാണ് യഥാർത്ഥ പേര്. 1947 ശങ്കരമഞ്ചി ശ്രീനിവാസറാവുവിനെ വിവാഹം കഴിച്ചു. ഗർഭിണിയായിരിക്കുമ്പോഴാണ് അവർ മെട്രിക്കുലേഷൻ പരീക്ഷ എഴുതിയത്. പിന്നീട് അസമിലെ ഗുവാഹട്ടി സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. യജ്ഞപ്രഭ കോടി, വെങ്കടരമണ ശങ്കരമഞ്ചി, സച്ചിറാവു എന്നിങ്ങനെ 2 പെൺമക്കളും ഒരു മകനുമാണുള്ളത്. സൗകാർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ 1950 ജാനകി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. 1952 വളയപതി എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അഭിനയിച്ചു. കന്നഡ, മലയാളം ഭാഷകളിലും ജാനകി അഭിനയിച്ചിട്ടുണ്ട്. 1959 കന്നഡ സിനിമയിലെ ആദ്യ പാൻ ഇന്ത്യൻ ചിത്രമായ മഹിഷാസുര മർദിനിയിൽ ഡോക്ടർ രാജകുമാറിനൊപ്പം അവർ അഭിനയിച്ചു. 1954 പുറത്തിറങ്ങിയ ദേവകന്യകയാണ് കന്നഡയിലെ ആദ്യ ചിത്രം. 1964 പുറത്തിറങ്ങിയ സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെയാണ് അവർ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. മലയാളത്തിൽ സൂര്യമാനസം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച പുട്ടുറുമീസ് എന്ന കഥാപാത്രത്തിന്റെ അമ്മയായി എത്തിയത് സൗകാർ ജാനകിയായിരുന്നു. പപ്പു എന്ന ചിത്രത്തിലും അവർ ശ്രദ്ധേയമായ വേഷത്തിലെത്തി. 1991 തമിഴ് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ഊരറിയാന്ത രഹസ്യം എന്ന പരമ്പരയിലൂടെ ജാനകി ടെലിവിഷൻ രംഗത്തേക്ക് പ്രവേശിച്ചു. സി തെലുങ്കിൽ 2013 വറുദിനി പരിണയം എന്ന തെലുങ്ക് സീരിയലിലാണ് അവർ അവസാനമായി അഭിനയിച്ച TV ഷോ. നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത 2023 തെലുങ്ക് ചിത്രമായ അന്നി മഞ്ചി, ശകുനുമൂലെ, ആർ കണ്ണൻ സംവിധാനം ചെയ്ത 2020 തമിഴ് പാരഡി ചിത്രമായ ബിസ്കോത്ത് എന്നിവയാണ് അവർ അവസാനമായി അഭിനയിച്ച സിനിമകൾ. സിനിമയിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി 2022 രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചു. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.